5 വർഷക്കാലം തളിപ്പറമ്പിൽ പണിയെടുത്തവരാണ്. 5 വർഷക്കാലം. എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ നേരിട്ട് തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പിൽ അന്ന് 4 ലക്ഷത്തോളം വോട്ട് കുറച്ചിരുന്നു. 5 വർഷക്കാലം നേതാക്കന്മാരുടെ അനുമതിയോടുകൂടി തന്നെ തളിപ്പറമ്പിൽ പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷെ പാർട്ടി മുന്നണി ഒരു തീരുമാനമെടുത്തു. ഒരു ടി കെ ഗോവിന്ദൻ വരുമ്പോൾ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യണം, അദ്ദേഹത്തെ പ്ലേസ് ചെയ്യണം. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെയും മുന്നണിയുടെയും തീരുമാനത്തെ മറുത്തൊരക്ഷരം പറയാതെ ആ സെക്കൻഡിൽ അനുസരിച്ച് ധർമ്മടത്തേക്ക് മാറിയ ഒരാളാണ്. മുഖ്യമന്ത്രിക്കെതിരെയാണ് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഇത് ബാലികറ മലയാണ്, 50,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്, 8 പഞ്ചായത്തും ഇടതുപക്ഷമാണ്, ഒരു പഞ്ചായത്തിൽ നമുക്ക് ഭരണമില്ല. അപ്പോ പലരും പലതും പറഞ്ഞെങ്കിലും ആത്മവിശ്വാസത്തോടെ ഞാൻ എന്റെ UDF നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും ചേർത്ത് പിടിച്ച് പോരാടിയപ്പോ UDF ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്ത ചെമ്പിലോടിലാണ് ഈ ചരിത്രപരമായ മുന്നേറ്റം. UDF ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്ത അഞ്ചരക്കണ്ടി പഞ്ചായത്തിലാണ് ഈ ചരിത്രപരമായ മുന്നേറ്റം. ഞങ്ങൾക്ക് കുറച്ചൊരു പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളായിരുന്നു അതൊക്കെ. ഞങ്ങൾക്ക് മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ പറ്റിയിടത്താണ് ഞങ്ങൾ ഈ മുന്നേറ്റം നടത്തിയത്. ഇനി കടന്നു പോകുന്നതൊക്കെ CPM പാർട്ടി ഗ്രാമങ്ങളിലേക്കാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഇടങ്ങളാണ്, ജനാധിപത്യത്തെ പൂർണ്ണമായും ധ്വംസനം നടത്തിയ ഇടങ്ങളാണ്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം അവിടങ്ങളിലൊക്കെ അതിഭീകരമായ കള്ളവോട്ട് CPM ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണ്. ജനങ്ങൾ വോട്ട് ചെയ്താൽ ഞാൻ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഞാൻ ജനങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു. UDF നേതാക്കന്മാരും പറഞ്ഞു ജനങ്ങളോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ജനമത് സ്വീകരിച്ചു. ഇപ്പോഴും അത്ഭുതത്തോടു കൂടിയാണ് ലോകം ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മുഖ്യമന്ത്രിയാണ് 10 വർഷം ഏതായത് ധർമ്മടം ഈ തെരഞ്ഞെടുപ്പിന്റെ ഡീലിമിറ്റേഷനിൽ CPM വേണ്ടി മാത്രമായി മുറിച്ചുണ്ടാക്കിയ ഒരു മണ്ഡലാണ്. പിണറായി പാറപ്പുറം ഉൾപ്പെടുന്ന മണ്ഡലാണ്. പെരളശ്ശേരി സഖാവ് ആയിലത്ത് കുറ്റേരി ഗോപാലന്റെ ജന്മനാട് ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി കോട്ടയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള വേരുള്ള മുഴുവൻ പാറപ്പുറത്താണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്? പിണറായിയിലെ പാറപ്പുറത്ത് ആകെ 57% ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സർക്കാർ ഇല്ലാതാവാൻ പോവാണ്. അപ്പോഴാണ് ഇനി പിണറായി വിജയൻ പിണറായിയും പാറപ്പുറം. അതാണ്. ഓക്കെ.